പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഉയർപ്പ് കാലത്തിന്റെ 5-ാമത്തെ വ്യാഴാഴ്ചയാണിന്ന്. ഇന്ന് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്ന വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 9-ാം അധ്യായം 57 മുതൽ 62 വരെ വാക്യങ്ങൾ. ശിഷ്യത്വം ആവശ്യപ്പെടുന്ന ത്യാഗങ്ങളെ കുറിച്ചാണ് ഈശോ ഇവിടെ പറയുന്നത്. 3 പേർ ഈശോയെ അനുഗമിക്കുവാനുള്ള അവരുടെ സന്നദ്ധത പ്രകടിപ്പിക്കുന്നു. അവരോട് ഈശോ നൽകുന്ന മറുപടികളാണ് ഇന്നത്തെ സുവിശേഷം. ഈശോയെ അനുഗമിക്കാൻ ആഗ്രഹിക്കുകയും അതേസമയം ചില നിബന്ധനകൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നു, ചില നിബന്ധനകളിൽ മനസ്സ് കുടുങ്ങിക്കിടക്കുന്ന 3 പേരെയാണ്, 3 കൂട്ടരെയാണ് നമ്മൾ കാണുന്നത്. ഇവർ മൂവരും ഈശോയ്ക്ക് ഒപ്പം മറ്റു ചില കാര്യങ്ങൾ കൂടി പ്രത്യേകതയുള്ളതായി അല്ലെങ്കിൽ പ്രധാനപ്പെട്ടതായി അവരുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്നു. ഈശോയെ അനുഗമിക്കാൻ ആഗ്രഹമുണ്ട്, അതേസമയം മറ്റു ചില കാര്യങ്ങൾ കൂടി അവരുടെ മനസ്സിൽ അതേപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ പ്രാധാന്യത്തോടെ അവർ കൊണ്ടു നടക്കുന്നു. അവരുടെ മനസ്സ്, അവരുടെ തീരുമാനം അവരെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതായിട്ട് ഇവിടെ കാണുന്നു. ചിലർക്ക് അവരുടെ കടമ പ്രധാനപ്പെട്ടതാകുന്നു. പിതാവിനെ സംസ്കരിക്കണമെന്നൊക്കെയുള്ള കാര്യം പറയുന്ന അവരുടെ ഒരു കടമ പോലെ കണ്ടവർ പറയുന്നതിന്റെ പ്രാധാന്യമാണ്. ചിലർ അവരുടെ ബന്ധുക്കളുമായുള്ള അടുപ്പത്തിന്റെ കാര്യത്തിൽ മനസ്സ് കുടുങ്ങിക്കിടക്കുന്നവരാണ്. 2 വള്ളത്തിൽ കാലുവയ്ക്കരുത് എന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നതിന്റെ ഒരു ഉദാഹരണമാണ് ഇവര്. ഇവരുടെ മനസ്സിൽ ഈശോയെ അനുഗമിക്കാൻ ആഗ്രഹവുമുണ്ട്, അതേസമയം മറ്റു ചില ലോകത്തിൻ്റെതായ ചില കാര്യങ്ങൾ അവരുടെ മനസ്സിനെ ആ കാര്യങ്ങളിൽ പിടിച്ച് നിർത്തുകയും ചെയ്യുന്നു. നമ്മൾ ഇന്ന് പ്രാർത്ഥനയോടെ ചിന്തിക്കുന്നത്, നിബന്ധനയോടെയാണോ, എൻ്റെ മനസ്സിലുള്ള ചില ആഗ്രഹങ്ങളുടെ കുടുക്കുകളിൽ കിടന്നുകൊണ്ടാണോ ഞാൻ ഈശോയെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നത്? ഈശോയ്ക്കൊപ്പം പ്രാധാന്യം ഞാൻ, അല്ലെങ്കിൽ അതിനേക്കാൾ പ്രാധാന്യം മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് ഞാൻ എൻ്റെ മനസ്സിൽ ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നുണ്ടോ? ഈശോ എന്നെ നമ്മളെ വ്യത്യസ്തമായ ജീവിത വിളികളിലേക്ക് വിളിക്കുന്നു. ചിലപ്പോൾ പുരോഹിതനാവാൻ, ചിലപ്പോൾ സന്യാസിനിയാവാൻ, ചിലപ്പോൾ ഒരു കുടുംബ ജീവിതത്തിന്, ചിലപ്പോൾ ഒരു ഏകസ്ഥ ജീവിതത്തിന്. അതെല്ലാം ഓരോ വിളിയാണ്. അതിൻ്റെതായ ത്യാഗങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ത്യാഗം എന്നുള്ളത് നമ്മുടെ മനസ്സിലെ തീരുമാനവും ഇഷ്ടവും നമ്മൾ പ്രധാനമെന്ന് കരുതുന്ന കാര്യങ്ങൾ 2-ാം തരത്തിലേക്ക് താഴ്ത്തി ഒന്നാമതായി ഈശോയെയും ഈശോയുടെ വിളിയെയും പ്രാധാന്യത്തോടെ കാണുക എന്നുള്ളതാണ്. നമുക്ക് ഈശോ നൽകുന്ന ദൈവവിളിക്കനുസരിച്ചുള്ള കടമകൾ ചെയ്യേണ്ടി വരുമ്പോൾ നമ്മുടെ മനസ്സിനെ, നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ എത്രമാത്രം പുറകോട്ട് പിടിച്ചു വലിക്കുന്നുവെന്ന് ആത്മശോധന ചെയ്യാം. അതിനെ കുറയ്ക്കാനും ഈശോയുടെ ആഗ്രഹങ്ങൾക്കും ഈശോയുടെ പ്രതീക്ഷകൾക്കുമൊത്ത് എൻ്റെ ദൈവവിളി ജീവിക്കാനുമുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വിളിയെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ മനസ്സിന്റെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഞങ്ങൾ പ്രധാനമെന്ന് കരുതുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ ഈ ലോകത്തോട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളാണ്. അതിന് 2-ാം പ്രാധാന്യമോ 3-ാം പ്രാധാന്യമോ മാത്രം കൊടുത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായി ഈശോ വിളിക്കുന്ന കാര്യങ്ങൾക്കും അതിൻ്റെ കടമകൾക്കും പ്രാധാന്യം കൊടുക്കാനും ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ ഞങ്ങളുടെ ദൈവവിളി ജീവിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ ഈ ദിവസത്തോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.